ഹായ്, ഞാൻ ജംഷീർ. ഇത് നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന കീബോർഡിലെ കുറച്ച് ഹിഡൻ ഫീച്ചറുകളെ പരിചയപ്പെടാം. ആദ്യം തന്നെ നമുക്ക് കീബോർഡ് ഉപയോഗിച്ച് വാട്സാപ്പിൽ ചെയ്യാവുന്ന ഒരു അടിപൊളി ട്രിക്ക് നോക്കാം. ഞാനിപ്പോൾ വാട്സാപ്പിൽ ഒരു ചാറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ടൈപ്പിംഗ് ബാറിൽ ഒന്ന് ടച്ച് ചെയ്യാം. അപ്പോൾ നമ്മുടെ കീപാഡ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇവിടെ ഈ ഇടതുവശത്ത് ഈ സൈഡിലായിട്ട് കാണുന്ന ഈ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഇമോജി എന്ന് കാണാം. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോണിലുള്ള എല്ലാ ഇമോജികളും ഇവിടെ കാണാനായിട്ട് പറ്റും. ഇവിടെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാനിവിടെ 2 ഇമോജികൾ സെലക്ട് ചെയ്യുകയാണ്. പിന്നെ ഒരു ചിരിക്കുന്ന ഇമോജിയും കൊടുത്തു. അപ്പോൾ നമുക്കിവിടെ ഈ താഴെ സൈഡിലായിട്ട് കാണാം, അത് രണ്ടും കൂടി ചേർന്ന മറ്റൊരു ഇമോജി ആയിട്ട് വന്നു. അതിൻ്റെ കുറച്ച് വെറൈറ്റികളോടെ സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇനി നമുക്കിത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് അവർക്ക് സെൻഡ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ വലിയൊരു ഇമോജി ആയിട്ടാണ് അവർക്കത് സെൻഡ് ആകുക. മാത്രമല്ല നമുക്കത് സ്റ്റിക്കർ കളക്ഷനിലേക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാനായിട്ടും പറ്റും. ഇനി മറ്റൊരു ഓപ്ഷനാണ്, നമുക്ക് ഇവിടെ കാണാം ക്ലിപ്പ് ബോർഡ് എന്നൊരു ഓപ്ഷന്. ഇത് നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിലധികം ടെക്സ്റ്റുകൾ നമുക്കിവിടെ കോപ്പി ചെയ്ത് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ടെക്സ്റ്റ് മാത്രമല്ല, ഒന്നിലധികം ടെക്സ്റ്റുകൾ നമുക്ക് കോപ്പി ചെയ്തിട്ട് വേറെ എവിടെയെങ്കിലും പോയിട്ട് നമുക്ക് പേസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാനിവിടെ ഹലോ ഹൗ ആർ യു എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കോപ്പി ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഹലോ എന്ന് മാത്രം ഒന്ന് കോപ്പി ചെയ്തു. പിന്നെ ഹൗ എന്നത് വേറൊന്ന് കോപ്പി ചെയ്തു. ആർ യു എന്നത് വേറൊന്ന് കോപ്പി ചെയ്തു. ഇനി നമുക്ക് വേറെ എവിടെയെങ്കിലും പോയിട്ട് അത് പേസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ വന്നിട്ട് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഈ ക്ലിപ്പ് ബോർഡിൽ നിന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഞാനിവിടെ കോപ്പി ചെയ്ത ഹലോ ഹൗ ആർ യു എന്നുള്ളത് വേറെ വേറെ സെപ്പറേറ്റ് ആയിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അത് നമ്മൾ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് പേസ്റ്റ് ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ്. കീബോർഡിലുള്ള മറ്റൊരു ഫീച്ചറാണ്, നമ്മൾ ഗൂഗിളിൽ എന്തെങ്കിലും ഫോട്ടോ നമുക്ക് ഡൗൺലോഡ് ചെയ്യണം, എന്നാൽ അത് ഡൗൺലോഡ് ചെയ്യാൻ എന്തെങ്കിലും കാരണത്താൽ നമുക്ക് ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ നമുക്ക് ആ ഇമേജിലൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് കോപ്പി ഇമേജ് എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ വാട്സാപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ആ ഇമേജിൻ്റെ ഒരു ചെറിയ ഐക്കണായിട്ട് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഇമേജ് വാട്സപ്പിൽ സെൻഡ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഡൗൺലോഡ് ചെയ്യാതെ കോപ്പി ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഫോണിലേക്ക് ഫോട്ടോകൾ സേവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ കീബോർഡിലുള്ള മറ്റൊരു ഫീച്ചറാണ് വൺ ഹാൻഡ് മോഡ്. ഈ സൈഡിൽ കാണുന്ന വൺ ഹാൻഡഡ് എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കീബോർഡ് ഒന്ന് ചെറുതായിട്ട് വരും. അപ്പോൾ നമുക്കത് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. ഈ സൈഡിൽ കാണുന്ന ഇതിലൊന്ന് പിടിച്ച് നമ്മൾ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് അപ്പോൾ ഒരു കൈ കൊണ്ട് തന്നെ നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം ഇത് എവിടെ വേണമെങ്കിലും നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ടും പറ്റുന്നതാണ്. കീബോർഡിലുള്ള മറ്റൊരു ഫീച്ചറാണ് ഫ്ലോട്ടിംഗ് കീബോർഡ്. അത് ഈ ഫ്ലോട്ടിംഗ് എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കീബോർഡ് എവിടെ വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം കൊണ്ടുപോയി ഫിക്സ് ചെയ്തിട്ട് ടൈപ്പ് ചെയ്യുക. അതുപോലെ നമ്മുടെ കീബോർഡിലുള്ള മറ്റൊരു ഓപ്ഷനാണ് ട്രാൻസ്ലേറ്റർ. നമുക്ക് എന്തെങ്കിലും ടെക്സ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ഈ ട്രാൻസ്ലേറ്റ് എന്നുള്ള ഈ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നമ്മൾ വാട്സപ്പ് ആരോടെങ്കിലും നമുക്കറിയാത്ത ഭാഷ സംസാരിക്കുന്ന ആരോടെങ്കിലും നമ്മൾ ചാറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഭാഷയിലേക്കാണോ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് ആ ഭാഷയും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണോ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് അതിവിടെ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് അതിൻ്റെ മലയാളം കിട്ടും. അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഭാഷയിലേക്ക് ആണെങ്കിൽ അത് നമുക്കിവിടെ സിമ്പിളായി തന്നെ കിട്ടുന്നതാണ്. അതിലേറെ നമുക്ക് ഉപകാരപ്പെടുന്നൊരു ഫീച്ചർ ഇതുകൊണ്ടുണ്ട്. അതായത് നമുക്ക് മറ്റൊരു ഭാഷയിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഇത് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഏത് ഭാഷയിലേക്കാണോ നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത്
അതിവിടെ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ തമിഴ് എങ്ങനെ നമുക്കിതിൽ ടൈപ്പ് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം. അവിടെ നമ്മൾ തമിഴ് സെലക്ട് ചെയ്തു. ഇവിടെ ഇംഗ്ലീഷ് എന്നുള്ളത് നമ്മൾ ഡിറ്റക്റ്റഡ് ലാംഗ്വേജിൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മളിവിടെ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, അത് തമിഴിലേക്ക് ട്രാൻസ്ലേറ്റ് ആയിട്ട് വരും. ഇപ്പോൾ ഞാനിവിടെ നിനക്ക് സുഖമാണോ എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ അതിൻ്റെ തമിഴിലുള്ള ടെക്സ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. മറ്റൊരു ഭാഷ സംസാരിക്കുന്ന ആളുമായിട്ട് നമ്മൾ ചാറ്റ് ചെയ്യുമ്പോൾ അവരുടെ ഭാഷയിൽ തന്നെ നമുക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാനായിട്ട് സിമ്പിളായിട്ട് തന്നെ സാധിക്കും. ഇത്രയൊക്കെയാണ് നമ്മുടെ കീബോർഡിനെ കുറിച്ച് പറയാനായിട്ട് ഉള്ളത്. ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പുതിയ അറിവാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയ്ക്കൊരു ലൈക്ക് ചെയ്യാനും മറക്കരുതേ.